ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഒന്നിച്ച് ഇങ്ങനെ മനോഹരമായ ഒരു സമയം രാവിലെ ദൈവം തന്നല്ലോ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ഒന്ന് നോക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 13-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം. കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. കണ്ടോ, ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നു, കൃപയാല് നമ്മുടെ ഹൃദയം ഉറപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കാര്യത്തെ നമ്മൾ ഗൗരവമായിട്ട് എടുത്താൽ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ കൃപയ്ക്കായിട്ട് അതിനായിട്ടൊരു ദാഹം നമുക്കുണ്ടാകണം. കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഹൃദയം ഉറപ്പിക്കുന്നെങ്കിൽ അത് കൃപയിലായിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ടു ബി സ്ട്രെങ്തൻഡ് ബൈ ദ ഗ്രേസ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ ഹാർട്ട്. ഹൃദയത്തിന് നല്ലത്. ചില ആളുകൾ ഹൃദയത്തെക്കുറിച്ചൊക്കെ വളരെ കൺസേൺ ആണല്ലോ. ഇന്നത്തെ കാലത്ത് ഹാർട്ട് അറ്റാക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഹൃദയം. ഇവിടെ ഇതാ പറയുന്നു, ഹൃദയത്തിന് നല്ലൊരു കാര്യമുണ്ട്. എന്താ ഹൃദയത്തിന് നല്ല കാര്യം? കൃപയിൽ അതിനെ ഉറപ്പിക്കുകയാണ് നല്ലത്. ഇവിടെ അത് പറയുന്ന പശ്ചാത്തലം നോക്കുക. ഈ എബ്രായ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവര് യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകളാണ്. അവർ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരെന്ത് പറ്റി? അവർ വിട്ടുപോകുന്ന യഹൂദ ആ നിലയിലുള്ള ചില ആചാരങ്ങളിലേക്കും കൽപ്പനകളിലേക്കും ഒക്കെ അവർ തിരിച്ചു പോകാനുള്ള ഒരു സാധ്യത, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത, നിങ്ങളായിരുന്ന കാലഘട്ടത്തിൽ യഹൂദ പശ്ചാത്തലത്തിൽ നിങ്ങൾ ആചരിച്ചു പോകുന്ന പ്രയോജനമില്ലാത്ത ആചാരങ്ങളിൽ നിങ്ങൾ വീണ്ടും കുടുങ്ങിപ്പോകരുത്. പകരം എന്ത് വേണം? കൃപയിൽ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിക്കണം. കൃപയിലാണ് ഹൃദയത്തെ ഉറപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കൃപയെ നമ്മൾ മറ്റൊരു വെളിച്ചത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നോക്കുക. അവിടെ ഇതിനോടുള്ള ബന്ധത്തിൽ പറയുന്നു, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. ഗലാത്യ സഭയുടെയും പ്രശ്നം, അവരിൽ പലരും യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരായിരുന്നു. എന്താ വിശ്വാസത്തിലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പം ന്യായപ്രമാണം അതിലേക്ക് മടങ്ങിപ്പോയാൽ എന്തു പറ്റി? നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് പറയുകയാണ്, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അപ്പോൾ കൃപയിൽ നിന്ന് നമ്മൾ വീണുപോയാൽ അതെന്താ? ക്രിസ്തുവിൽ നിന്ന് വീണു പോകുന്നത് പോലെയാണ്. നോക്കുക, ഈ ന്യായപ്രമാണത്തെ യഹൂദന്റെ പഴയ ആചാരങ്ങളോടൊക്കെ ചേർത്ത് പറയുന്നു. അങ്ങനെ പോകുമ്പോൾ എന്ത് പറ്റി? കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ എല്ലാ മാനവരാശിക്കും വേണ്ടി അയച്ചു. 2000 വർഷം മുമ്പ് കർത്താവ് കാൽവറി ക്രൂശിൽ വന്ന് മരിച്ച് പുതിയ കൃപയുടെ ഒരു സുവിശേഷം കൊണ്ടുവന്നു. അതുവരെ ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങളായിരുന്നു. അത് യഹൂദനായിരുന്നെങ്കിൽ ഇതാ സകല മാനവരാശിക്കും വേണ്ടി കൃപയുടേതായ ഒരു സന്ദേശവുമായിട്ട് ദൈവം കാലസമ്പൂർണതയിൽ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇന്ന് നമ്മൾ എന്ത് വേണം? ആ കൃപയിൽ തന്നെ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കണം. ഈ കൃപയുടെ ആ സന്ദേശത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം മാറിപ്പോയാൽ നമ്മൾ ഫലത്തിൽ ആരിൽ നിന്ന് മാറിപ്പോയി? ഇവിടെ പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണുപോയി. കണ്ടോ, കൃപയെയും ക്രിസ്തുവിനെയും താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുക. ക്രിസ്തു എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? കൃപയെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന്
നമ്മൾ കൃപയിൽ തന്നെ നിൽക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അത് പറയുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താ ഈ കൃപ? നമ്മൾ പറഞ്ഞു കൃപ വളരെ പ്രധാനപ്പെട്ടതാണ്. കൃപയിൽ നിന്ന് വീണുപോയാൽ ക്രിസ്തുവിൽ നിന്നാണ് വീണു പോകുന്നത്. നമ്മുടെ ഹൃദയത്തെ എന്തിലെങ്കിലും ഒന്നിൽ ഉറപ്പിക്കണമെങ്കിൽ കൃപയിൽ ഉറപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു. ആട്ടെ, എന്താ ഈ കൃപ? ചില വാക്കുകൾ അങ്ങനെ നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പറയും കൃപ കൃപ, അല്ലെങ്കിൽ ചില വാക്കുകൾ. പക്ഷെ എന്താ അതിൻ്റെ ശരിക്കുള്ള മീനിങ്? എന്താ ഈ കൃപ എന്ന് പറഞ്ഞ്? നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, ഞാൻ തന്നെ പറയാം. കൃപ രണ്ടർത്ഥമുണ്ട്. പുതിയ നിയമത്തിൽ രണ്ടർത്ഥത്തിൽ കൃപയെക്കുറിച്ച് പറയാറുണ്ട്. ഒന്ന് വളരെ പ്രസിദ്ധമായ ഒരു അർത്ഥമാണ്, അതായത് അർഹിക്കാത്തത് നമുക്ക് തരുന്നതാണ്, അതിനെയാണ് ദൈവത്തിൻ്റെ കൃപ. അൺമെറിറ്റഡ് ഫേവർ. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ആ നിലയിലായിരുന്നു നമുക്കത് ലഭിച്ചത്, അല്ലേ? രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഇതിന് വല്ലതും അർഹതയുള്ളവരായിരുന്നു? അല്ല. എപ്പോഴും ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് ഇത്രയും മനുഷ്യരുണ്ടായിട്ട് നമ്മൾ ഇത്രയും പേരെ ഇവിടെ ഈ സഭയിൽ ഇങ്ങനെ കൊണ്ടുവന്നല്ലോ, അല്ലെ? രക്ഷയുടെ പങ്കാളികളാക്കിയല്ലോ, അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ ഓരോ ന്യൂനപക്ഷത്തെ ദൈവം ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നല്ലോ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? അർഹതയുടെ അടിസ്ഥാനത്തിലാണോ? അല്ല. അർഹതയുടെ അടിസ്ഥാനത്തിലല്ല. അർഹതയില്ലാതെ നൽകുന്ന ദാനമാണ് കൃപ. കൃപയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാലാകാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് രക്ഷയെക്കുറിച്ച് പറയുന്ന ആ ഭാഗങ്ങൾ നമ്മൾ കാണുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ എന്തോ ചെയ്തു? ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. എന്തുകൊണ്ടാ? എങ്ങനെയാ നമ്മൾ ഇതിലേക്ക് വന്നത്? അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഇതിന് നമുക്കൊരു അർഹത ഉണ്ടായിരുന്നില്ല, മറിച്ച് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അർഹതയില്ലാത്തവർക്ക് അർഹതയില്ലാത്തടത്ത് കൊടുക്കുന്ന ഉദവിയാണ്, ദാനമാണ് കൃപ. ഇതാണ് കൃപയുടെ രക്ഷയോടൊക്കെയുള്ള ബന്ധത്തിലുള്ള ഏറ്റവും പ്രസിദ്ധമായ അർത്ഥമെന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമുക്കെല്ലാവർക്കും പറയാൻ കഴിയും നമ്മൾ ആരുടെ മക്കളാ? കൃപയുടെ മക്കളാ. നമുക്ക് അർഹതയില്ലാത്തടത്ത് ദൈവം ഓരോരുത്തർക്കും സാക്ഷ്യം പറയാൻ പറഞ്ഞ്, ഞാൻ 5 കൊല്ലം മുമ്പ് ഇരിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചു, അങ്ങനെ ഞാൻ രക്ഷയിലേക്ക് വന്നു. അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് ഒരാൾ എനിക്കൊരു ട്രാക്റ്റ് തന്നു, ഞാനത് വായിച്ചു. അല്ലെങ്കിൽ ബൈബിള് വായിച്ചു. അങ്ങനെയൊക്കെ പല വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഈ നിലയിൽ വിശ്വാസത്തിലേക്ക് കരുണാസമ്പന്നനായ ദൈവം നമ്മളെ കൊണ്ടുവന്നു. ഇതിൻ്റെ കാരണം എന്താന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയാൻ നോക്കിയാൽ എന്തോ പറയാം? കൃപയാ. എന്ന് വെച്ചാൽ അർഹതയില്ലായിരുന്നു എനിക്ക്. അർഹതയില്ലാത്തടത്ത് നീ തന്ന ഉദവിയാണ്, അനുഗ്രഹമാണ് ഈ കൃപ. കണ്ടോ, ഇവിടെ കണ്ടോ, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ പറയുന്നു, കൃപയാൽ അത്രേ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷ, സാൽവേഷൻ, അതാണ് ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിൻ്റെ ആദ്യത്തെ പടി. ആ രക്ഷയിലേക്ക് നമ്മൾ വന്നത് എന്തിനാലാണ്? കൃപയാൽ. അതിൻ്റെ 8-ാമത്തെ വാക്യം കണ്ടോ, അതേ കാര്യം ആവർത്തിക്കുക. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് വന്നു, ഈ പുതിയ ഉടമ്പടിയിലേക്ക് വന്നു. എന്താ കാരണം? കാരണം കൃപയാണ് കാരണം. അപ്പോൾ എന്താ കൃപ? കൃപയുടെ നിർവചനം എന്താ? അർഹതയില്ലാത്തടത്ത് നമുക്ക് കിട്ടിയ ദാനമാണ് കൃപ. നമ്മളെല്ലാവരും, വിശ്വാസികളെല്ലാം ദൈവത്തിൻ്റെ കൃപയുടെ സാക്ഷികളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം കൃപയുടെ മക്കളാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം തന്നെ ഈ കൃപ എന്ന് പറയുമ്പോൾ എന്താ?
ചിലർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാലേ മനസ്സിലാകുള്ളൂ. ഗ്രേസ്, കൃപ, ഗ്രേസ്. ഓക്കെ, കൃപ, ഗ്രേസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന് വേറൊരു അർത്ഥവും ഉണ്ടല്ലോ. എന്താ? സൗന്ദര്യത്തെ കാണിക്കുന്നതാണ്, തേജസ്സിനെ കാണിക്കുന്നതാണ്. തീർച്ചയായിട്ടും പാപത്തിൽ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്ത്, കരുണാസമ്പന്നനായ ദൈവം നമ്മളെ വീണ്ടെടുത്ത് തൻ്റെ മക്കളാക്കി ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നപ്പം നമുക്ക് കൃപ കിട്ടി. ആ കൃപയാണ് നമ്മുടെ തേജസ്സിൻ്റെയും നിദാനം. കണ്ടോ? നമുക്ക് ഈ ലോകത്തിലുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? കൃപയുടെ അടിസ്ഥാനത്തിലാണ്. ആ കൃപയോ നമ്മുടെ അർഹതയുടെ അടിസ്ഥാനത്തിലല്ല. അർഹതയില്ലാതെ ദൈവം നമുക്ക് ചെയ്തതാണ് ഈ കൃപ. അപ്പോ ഈ കൃപ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു വാക്കും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മറ്റൊരു വാക്ക് ഇവിടെ തന്നെ നമ്മൾ വായിച്ചല്ലോ. നമ്മളിപ്പം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കൃപയെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളാണെന്ന് പറഞ്ഞ് വായിച്ചു തുടങ്ങിയപ്പോൾ അവിടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് എന്താ? കരുണാസമ്പന്നനായ ദൈവം. അപ്പൊ ഇതാ പുതിയ നിയമത്തിലെ കൃപയോട് ചേർന്ന് സാധാരണ വരുന്ന മറ്റൊരു വാക്കാണ് കരുണ, മേഴ്സിയും ഗ്രേസും. ഒരാൾക്ക് 2 പെൺമക്കളുണ്ടെന്നിരിക്കട്ടെ, രണ്ടുപേർക്കും പേരിടണമെങ്കിൽ നമ്മൾ എന്തോ വേണം? നമ്മുടെ ഈ 2 വാക്കുമുണ്ട്. എന്താ? മേഴ്സി ഉണ്ട്, ഗ്രേസ് ഉണ്ട്. മൂത്ത കുട്ടിക്ക് നിങ്ങൾ ഇതിൽ ഏത് പേരിടും? മേഴ്സി എന്ന് പേരിടുമോ, ഗ്രേസ് എന്ന് പേരിടുമോ? എല്ലാവരും ഒന്ന് ഉണർന്നിരിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, കരുണയാണോ കൃപയാണോ ആദ്യം? കരുണയും കൃപയും തമ്മിൽ എന്തുവാ വ്യത്യാസം? മേഴ്സിയും ഗ്രേസും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ സാധാരണ പറഞ്ഞു കരുണ, കൃപ ഒരു പര്യായപദം പോലെ അങ്ങ് പറയുക. എന്താ ഈ കരുണ, എന്താ ഈ കൃപ? രണ്ടും തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടോ? ഞാൻ തന്നെ മറുപടി പറയാം. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കരുണയെന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനം നമുക്ക് പറയാമെങ്കിൽ ഇങ്ങനെ പറയാം. ആ കരുണയെന്ന് പറയുന്നത് അർഹതയുള്ളത് നമുക്ക് തരാത്തതാണ് കരുണ. എന്തോ പറഞ്ഞേ? അർഹതയുള്ളത് നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് തരാത്തതാണ് കരുണ. അപ്പൊ കൃപയോ? അർഹതയില്ലാത്തത് നമുക്ക് തരുന്നതാണ് കൃപ. കൂടുതൽ പ്രശ്നമായി. ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പറഞ്ഞാൽ എന്താ? വളരെ വേഗത്തിൽ ഞാൻ ഇങ്ങനെ പറയാം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ദൈവത്തെ അറിയാത്ത സ്വന്തം പാപ വഴികളിൽ ജീവിച്ചിരുന്ന നമുക്ക് അർഹതപ്പെട്ടത് എന്തായിരുന്നു? അർഹതപ്പെട്ടത് നരകമായിരുന്നു. ഈ അർഹതയുള്ളത് നമുക്ക് തരാതിരിക്കുന്നതാണ് കരുണ, മേഴ്സി. അപ്പൊ ദൈവം തൻ്റെ മഹാകരുണയിൽ നമുക്ക് അർഹതപ്പെട്ടത്, അതായത് നരകം, നിത്യശിക്ഷ, ഇത് നമുക്ക് തന്നില്ല. ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം, ദൈവത്തിൻ്റെ മേഴ്സിക്കായിട്ട് സ്തോത്രം, ഇല്ലേ? എന്നാ മറ്റേതോ? ഈ അർഹതപ്പെട്ട നരകം നമുക്ക് തന്നില്ല എന്ന് മാത്രമല്ല, ദൈവം കരുണ ഉള്ളവൻ മാത്രമല്ല, കൃപാലുവുമാണ്. കൃപയുള്ളവനായതുകൊണ്ട് അർഹതയില്ലാത്ത ദാനം നമുക്ക് തരികയും ചെയ്തു. അർഹതയില്ലാത്തത് എന്തായിരുന്നു? നമുക്ക് ഈ നിത്യതയ്ക്കോ ഈ രക്ഷയ്ക്കോ ഈ സ്വർഗത്തിനോ ഒന്നും നമുക്കൊരു അർഹതയില്ലായിരുന്നു. അർഹതയില്ലാത്തത് നമുക്ക് ദൈവം തന്നു. അതാണ് ഗ്രേസ്. കണ്ടോ? ഈ 2 വാക്കുകൾ 2 കൊച്ചു വാക്കുകളാണെങ്കിലും തെറ്റിപ്പോകല്ലേ. മേഴ്സിയും ഗ്രേസും. മേഴ്സി എന്താ? മേഴ്സി അർഹതയുള്ള അത് നമുക്ക് തരാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. എന്നാൽ കൃപയോ? അർഹതയില്ലാത്തത് നമുക്ക് തരുന്നതാണ് കൃപ. ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ, അർഹതയുള്ള നരകം നമുക്ക് തരാഞ്ഞതാണ് കരുണ, മേഴ്സി. അർഹതയില്ലാത്ത ഈ നിത്യജീവൻ,
അർഹതയില്ലാത്ത ഈ രക്ഷ, അർഹതയില്ലാത്ത ഈ സ്വർഗത്തിന്റെ അനുഭവം, അർഹതയില്ലാത്ത കർത്താവുമായിട്ട് ചേർന്നുള്ള ഈ സാമീപ്യത്തിന്റെ ജീവിതം, അത് നമുക്ക് തന്നതാണ് കൃപ. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലാണ്. ആട്ടെ, നിങ്ങൾ മറുപടി പറഞ്ഞാട്ടെ. ഇനി മൂത്ത കുട്ടിക്ക് ഏത് പേരിടും? മേഴ്സിന്ന് വേണോ, ഗ്രേസെന്ന് വേണോ? ആദ്യം എന്താ? ആദ്യം കരുണയാ. നമുക്ക് അർഹതയുള്ള നരകം തരാതിരുന്നു, എന്നിട്ട് എന്തോ ചെയ്തു? അർഹതയില്ലാത്ത ഈ നിത്യതയ്ക്ക് നമുക്കത് സൗജന്യമായിട്ട് തന്നു. അപ്പം ചുരുക്കത്തിൽ നമുക്ക് വേഗത്തിൽ ഇങ്ങനെ പറയാം, കൃപയെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃപ, ഗ്രേസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃപയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? നമുക്ക് അർഹതയില്ലാത്തത് നമുക്ക് തരുന്നതാണ്, അതിനെയാണ് കൃപ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ രക്ഷയുടെ കാര്യം നോക്കുക. രക്ഷയിൽ ദൈവം നമുക്ക് ഈ വലിയ സൗഭാഗ്യത്തിന് നമ്മളെ അർഹരാക്കി തീർത്തു. നമ്മളതിന് അർഹതയുള്ളവരല്ലായിരുന്നു, അനർഹരായിരുന്നു. അനർഹതയുള്ളിടത്ത്, അർഹതയില്ലാത്തടത്ത് നമുക്ക് തന്ന ആ അനുഗ്രഹമാണ്, അതാണ് കൃപ എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളപ്പോൾ കൃപയുടെ ഒരു അർത്ഥമാണ് പറഞ്ഞത്. ഇത് പലപ്പോഴും നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഈ കൃപയ്ക്ക് മറ്റൊരർത്ഥവും നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും നമ്മൾ ഈ നിലയിൽ ഒരുപക്ഷെ വ്യക്തതയോടെ ചിന്തിച്ചിട്ടില്ലാത്തത് കൊണ്ട് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മളവിടെ ഈ കൃപയുടെ രണ്ടാമത്തെ ഒരു അർത്ഥം നമുക്ക് കാണാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം പ്രസിദ്ധമായ വാക്യമാണ്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പൊ ഇവിടെ കൃപയുടെ രണ്ടാമത്തെ അർത്ഥം നമുക്ക് കാണുന്നു. എന്താ? കൃപാസമം ശക്തി. കൃപയെന്ന് പറഞ്ഞാൽ അത് ശക്തിയാണ്. നേരത്തെ കൃപയുടെ മറ്റൊരു നിർവചനം പറഞ്ഞു. എന്താ? അർഹതയില്ലാത്തടത്ത് ലഭിക്കുന്ന ദാനം. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ശക്തിയാണ്. ഈ ഗ്രീക്കില് ഈ വാക്കുകൾ നമുക്കറിയാം, സിനോണിമസായ വാക്കുകൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, സമാനമായ പദങ്ങളായിട്ട്. ഇവിടെ കണ്ടോ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ കൃപ, എൻ്റെ ശക്തി. അപ്പൊ കൃപാസമം ശക്തി. നമ്മൾ പല ഗ്രീക്ക് ഭാഷയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയാറുണ്ട്. നമുക്കിങ്ങനെ ഒരേ കാര്യത്തെ 2 വിധത്തിൽ പറയുന്ന രീതി നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ 1:12 നമുക്കറിയാമല്ലോ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അപ്പോൾ അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവനെ കൈക്കൊള്ളുന്നവർക്ക് ദൈവമക്കളാകാം. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്താകാം? ദൈവമക്കളാകാം. അപ്പോൾ അവനെ കൈക്കൊണ്ടാൽ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ അവനിൽ വിശ്വസിച്ചാൽ അവനെ കൈക്കൊള്ളുകയാണ്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ബൈബിളിലെ പുതിയ നിയമത്തിലെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഒരേ കാര്യത്തെ തന്നെ അതിൻ്റെ കർത്താവിനെ കൈക്കൊണ്ടാൽ മക്കളാകാം, കർത്താവിനെ വിശ്വസിച്ചാൽ മക്കളാകാം. അപ്പം കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നർത്ഥം. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിനക്ക് മതി എന്ന് പറഞ്ഞാൽ കൃപാസമം ശക്തി എന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ നിർവചനം നമുക്ക് ലഭിക്കുന്നത് എന്താ? കൃപ എന്ന് പറഞ്ഞാൽ എന്താ? അത് ശക്തിയാണ്. നമ്മൾ അർഹതയില്ലാതെ ദൈവം നമ്മളോട് കരുണ കാണിച്ച് നമുക്ക് അർഹതപ്പെട്ട നരകം നമുക്ക് തരാതെ നരകത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു, പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു. എന്നിട്ട് അർഹതയില്ലാത്ത ഇടത്ത് നമുക്കൊരു ദാനം തന്നു, ഈ സ്വർഗത്തിന് അവകാശികളാക്കി, നിത്യതയ്ക്ക് അവകാശികളാക്കി, രക്ഷ നമുക്ക് തന്നു. ഇതെല്ലാം കൃപയുടെ ഒരു വശം നമ്മൾ കണ്ടു. കൃപയുടെ മറ്റേ വശമോ, രക്ഷിക്കപ്പെട്ട ശേഷവും നമ്മൾ എന്ത് വേണം? ക്രിസ്തീയ ജീവിതത്തിൽ അനുഗ്രഹമായ രീതിയിൽ നമ്മൾ ജീവിക്കണം. ആ ജീവിക്കാനായിട്ട് നമുക്ക് എന്തോ വേണം?
നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് നിൽക്കാൻ ഒക്കുമോ? ഇല്ല. ഈ ക്രിസ്തീയ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്നിരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പാട്ടുണ്ട്, പ്രസംഗമുണ്ട്, അടുത്തിരിക്കുന്ന സഹോദരൻ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട സഹോദരനാണ്, എല്ലാം കുഴപ്പമൊന്നുമില്ല, സന്തോഷം. പക്ഷേ എത്ര നീണ്ടാലും 1:30 വരെ അല്ലാതെ മീറ്റിംഗ് നിൽക്കാൻ നോക്കുമോ? അത് കഴിഞ്ഞ് നമ്മളെല്ലാം എന്ത് വേണം? ഈ പുറം ലോകത്തേക്ക് ഇറങ്ങണം. അവിടെ ചെല്ലുമ്പോൾ എന്താ? അവിടെ ചെല്ലുമ്പോൾ തീർത്തും നമ്മൾ ഇവിടെ കേൾക്കുന്നതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ പലതുമാണ് കേൾക്കുന്നത്. ഇവിടുത്തെ മൂല്യങ്ങളല്ല ലോകത്തിൻ്റെ മൂല്യങ്ങൾ. അവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഇവിടെ വ്യത്യസ്തമായ കാര്യമാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർത്ത് പോകുന്നതല്ല പുറത്തുള്ളത്. അപ്പൊ പുറത്ത് ചെന്ന് അവിടെയും നമ്മൾ വിശ്വാസികളായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്തോ വേണം? നമുക്ക് വലിയ ശക്തി വേണം. ശക്തി വേണം. നമുക്ക് ഈ സത്യത്തിൽ നിൽക്കണമെങ്കിൽ അതിനുള്ള ശക്തി വേണം. ആ ശക്തിയെ നമുക്ക് എന്താ പറയുന്നത്? കൃപ. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം മതി എന്ന് പറഞ്ഞാൽ ഏത് മതി? കൃപ മതി. കൃപ മതി. കൃപയുണ്ടെങ്കിൽ, ശക്തി ഉണ്ടെങ്കിൽ, സ്നേഹം കാണിക്കേണ്ടയിടത്ത് സ്നേഹം കാണിക്കാം, ക്ഷമ കാണിക്കേണ്ടയിടത്ത് ക്ഷമ കാണിക്കാം, സഹിഷ്ണുത കാണിക്കേണ്ടയിടത്ത് സഹിഷ്ണുത കാണിക്കാം. മറ്റുള്ളവരെ ഉൾക്കൊള്ളേണ്ടയിടത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. മറ്റുള്ളവരോട് തെറ്റായ എന്തെങ്കിലും വാക്കുകൾ വന്നാലും നിശബ്ദത പാലിക്കണമെങ്കിൽ അതിനുള്ള ശക്തിയുണ്ട്. അപ്പോൾ നോക്കുക, ഓരോ രംഗത്ത് വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷെ അവിടെയെല്ലാം അതനുസരിച്ച് അവിടെ സ്നേഹം കൊടുക്കേണ്ടയിടത്ത് സ്നേഹം, ക്ഷമ കൊടുക്കേണ്ടയിടത്ത് ക്ഷമ, സഹിഷ്ണുത കൊടുക്കേണ്ടയിടത്ത് സഹിഷ്ണുത, ഇതെല്ലാം അതതിൻ്റെ സന്ദർഭത്തിനനുസരിച്ച് കൊടുക്കുന്ന ആ കഴിവ്, ആ ശക്തി, അതാണ് കൃപ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഏതെങ്കിലും ഒരു കാര്യമേ നിനക്ക് തരുവുള്ളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ കൃപ മതി, കൃപ മതി, കൃപ മതി. അതുകൊണ്ട് കർത്താവ് തന്നെ ഇവിടെ പൗലോസിനോട് പറയുക, എൻ്റെ കൃപ നിനക്ക് മതി. പൗലോസേ, നീ ഇനി ഒത്തിരി രാജ്യങ്ങളിൽ പോകാനുണ്ട്, ഒത്തിരി പ്രസംഗിക്കാനുണ്ട്, ഒത്തിരി എതിർപ്പുകളെ നേരിടേണ്ടതായിട്ടുണ്ട്. അവിടെയൊക്കെ നീ നല്ല രീതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നിനക്ക് എന്തോ മതി? കൃപ മതി, ശക്തി മതി. അപ്പം നമുക്കും ഒരു കാര്യം മതിയെങ്കിൽ അത് കൃപ മതി, കൃപ മതി. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ 13-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കൃപയാൽ തന്നെ ഹൃദയത്തെ ഉറപ്പിക്കുന്നത് നല്ലത്. നമ്മൾ ഒറ്റ കാര്യത്തെ പിടിക്കുന്നെങ്കിൽ ആ കൃപയിൽ തന്നെ ഹൃദയത്തെ ഉറപ്പിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് വ്യക്തമായി അതിൻ്റെ ഒരു പീഠിക പോലെ, അതിൻ്റെ ഒരു ആമുഖം പോലെ പറഞ്ഞ ഈ കാര്യം വ്യക്തമായി എന്ന് കരുതുന്നു. കൃപയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. കൃപയ്ക്ക് രണ്ടർത്ഥമുണ്ട്. അതിൽ രണ്ടാമത്തെ കാര്യം ശക്തി എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും ചില കാര്യങ്ങൾ നോക്കാം. അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും. ഈ പൗലോസിന് ചിലതൊക്കെ പറയുമ്പോൾ അങ്ങ് തൃപ്തിയില്ല. ഒരേ വാക്ക് തന്നെ അങ്ങ് പിന്നെയും പിന്നെയും പറയും. ശക്തിയും ബലവും തമ്മിൽ എന്തോ വ്യത്യാസം? ആരെങ്കിലും ഒന്ന് പറയാമോ? ശക്തിയും ബലവും. പൗലോസിന് ശക്തിയും ബലവും ഒന്നാന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? പിന്നെ ഇവിടെ എന്തോ പറയുന്നത്? പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. സുഹൃത്തെ, ബലപ്പെടണം. എന്തെങ്കിലും ഒന്ന് പോരെ? നിങ്ങൾ ഈ ആവർത്തനം എന്തിനാ? അതൊക്കെ എഡിറ്റ് ചെയ്ത് കളയണ്ടേ? നമുക്ക് സ്ഥലം ലാഭിക്കണ്ടേ എന്നൊക്കെ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, എൻ്റെ മനസ്സിലെ ഈ തിക്കുമുട്ടൽ പറയാൻ വാക്കുകൾ പോരാ. പൂർണ്ണ ശക്തി, ബലം. കണ്ടോ? ഈ പൂർണ്ണ ശക്തിയും ഈ ബലവും നിത്യജീവിതത്തിൽ എന്തിനാവശ്യമെന്നാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് ഈ വാക്യത്തിലേക്ക് തന്നെ കൊലോസ്യരോട് പറയുന്ന ഈ വാക്യം മാത്രം നമുക്ക് നോക്കാം. സഹിഷ്ണുത വേണം, ദീർഘക്ഷമ വേണം. ആട്ടെ, ഈ സഹിഷ്ണുതയും ദീർഘക്ഷമയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്ഷമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് നമ്മൾ കാണിക്കുന്ന കാര്യമാണ്, വിട്ടുകളയുന്നതാണ്.
ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്തു, അയാളോട്, ആ വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുന്നു. സഹിഷ്ണുതയോ? സഹിഷ്ണുത നമ്മളായിരിക്കുന്ന ആ അനുഭവത്തോട് അല്ലെങ്കിൽ ആ സാഹചര്യത്തോട് നമ്മൾ പുലർത്തുന്ന ആ നിലയിൽ അതിനെ അംഗീകരിക്കുന്ന, അതിനെ ക്ഷമിച്ച് കൈക്കൊള്ളുന്ന ആ മനോഭാവമാണ്. അതാണ് സഹിഷ്ണുത. ഈ നിലയിൽ തലനാരിഴ കയറി ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ക്ഷമ എന്തുവാ, സഹിഷ്ണുത എന്തുവാ? ക്ഷമ പ്രാഥമികമായിട്ടൊരു വ്യക്തിയോടുള്ള ബന്ധത്തിലാണ്. നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളോട് ദ്രോഹം ചെയ്തു, അയൽക്കാരനെ കാണുമ്പോൾ അദ്ദേഹത്തോട് ക്ഷമിക്കണം. എന്നാൽ അയൽക്കാരൻ ചെയ്ത ഉപദ്രവത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ദിവസവും വേറെ ഒരു പ്രശ്നമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ പ്രശ്നം ജീവിതത്തിൽ ഒരു 6 മാസം തുടർന്നാൽ ഈ 6 മാസവും ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ അദ്ദേഹം അവിടെ കരിയില കൂട്ടിയിട്ട് ദിവസവും, നമ്മളാണെങ്കിൽ വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങുമ്പോഴാണ് കൃത്യത്തിന് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? നമ്മുടെ വാതുക്ക കൊണ്ടുവന്ന് കരിയില ഇട്ട് പുകയുണ്ടാക്കുന്നു. ഇത് എത്ര നാളാണ് സഹിക്കുന്നത്? എത്ര നാൾ സഹിക്കുമ്പോഴും ഇദ്ദേഹത്തോട് വഴക്കിന് പോകാനൊക്കുകയില്ല. ഈ സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? സഹിഷ്ണുതയോടെ സ്വീകരിക്കണം. വേണ്ടേ? തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ക്ഷമയെന്ന് പറയുന്നത് ഒരു വ്യക്തിയോടാണ്, സഹിഷ്ണുതയെന്ന് പറയുന്നത് ഒരു സാഹചര്യത്തോടാണ്. അതിന് പകരം ഓരോ തവണ അയാളുടെ പെരുമാറ്റം കൊണ്ട് നമുക്ക് ദോഷമുണ്ടാകുമ്പം അതിനെക്കുറിച്ചുള്ള കയ്പും പകയും മനസ്സിൽ സൂക്ഷിച്ചാൽ അതിനെക്കുറിച്ച് പിന്നെയും അത് ഉൾക്കൊള്ളാതെ അതിനോട് സഹിഷ്ണുത കാണിക്കാതെ ഇരുന്നാൽ കണ്ടോ, നമ്മൾ പരാജയപ്പെട്ടു പോയി. അപ്പോൾ ക്ഷമിക്കാനും ശക്തി വേണം, സഹിഷ്ണുതയ്ക്കും ശക്തി വേണം. അതുകൊണ്ടാണ് പൗലോസ് സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും കാര്യം പറഞ്ഞപ്പം മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. ഇത്രയും ശക്തി വേണം. വേണ്ടേ? നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യം നോക്കുക. ചില ആളുകളോട് ക്ഷമിക്കാൻ നമ്മുടെ മനസ്സിൽ നോക്കുമോ? അതിന് ശക്തി വേണം. ചിലർ നമ്മളോട് ചെയ്ത, നേരത്തെ 10 കൊല്ലം മുമ്പ് ചെയ്ത ചില തിന്മപ്രവർത്തികളുടെ ഫലം ഇപ്പോഴും നമ്മൾ അനുഭവിക്കുമ്പം അതിനോട് കയ്പും പകയും ഇല്ലാതെ ആ സാഹചര്യത്തെ ഉൾക്കൊണ്ടു പോകാൻ സഹിഷ്ണുത വേണം. അതിനും എന്ത് വേണം? ശക്തി വേണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ക്രിസ്തീയ ജീവിതം, കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുമ്പം നമുക്ക് ക്ഷമിക്കാതെ മുന്നോട്ട് പോകാനൊക്കുകയില്ല, സഹിഷ്ണുതയില്ലാതെ മുന്നോട്ട് പോകാനൊക്കുകയില്ല. സഹിഷ്ണുതയില്ലാത്ത, ക്ഷമയില്ലാത്ത ഒരു ജീവിതം വിശ്വാസിക്ക് യോജിച്ച ഒരു ജീവിതമല്ല. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? തെറ്റ് ചെയ്തവനോട് ക്ഷമിക്കാനാ പറഞ്ഞേക്കുന്നത്. കർത്താവ് കാൽവറി ക്രൂശിൽ കാണിച്ചു തന്നത് അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് കണ്ടു. തന്നെ ഉപദ്രവിച്ച ആളുകളോട്, പിതാവെ, ഇവർ ചെയ്യുന്നത് അവരറിയാതെ ചെയ്തതായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണേ, ആളുകളോട് ക്ഷമിക്കുക. അതുപോലെ തന്നെ ആ സാഹചര്യത്തെ സഹിഷ്ണുതയോടെ സ്വീകരിക്കുക. ഇതിന് ശക്തി വേണം, ദിവ്യശക്തി വേണം. ഈ ശക്തി എന്ത് ശക്തിയാണെന്നാണ് ഇവിടെ പറയുന്നത്? മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തി, ബലം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഈ പറയുന്ന ആ ശക്തി എന്നുള്ള വാക്കിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ശക്തി എന്ന് പറയുന്നത് ഫിലിപ്പിയർ 3:10 പറയുന്ന ശക്തി എന്ന് പറയുന്ന അതേ മൂലഭാഷയിലെ വാക്കാണത്രേ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എവിടെയോ വായിച്ചതോ കേട്ടതുമാണ്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഫിലിപ്പിയർ 3:10 ഈ ശക്തിയെക്കുറിച്ച് എന്ത് ശക്തി എന്നാ പറയുന്നത്? അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി. പുനരുത്ഥാനം, ഉയർപ്പ്. യേശു മരിച്ചു, അടക്കപ്പെട്ടു. 3 ദിവസം കഴിഞ്ഞപ്പം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ കർത്താവ് എന്തോ ചെയ്തു? പുനരുത്ഥാനം ചെയ്തു. ആ പുനരുത്ഥാനം ചെയ്യുന്ന ആ ശക്തി, അതായത് മരിച്ചു 3 നാളായ ആള് മരിച്ചു എന്ന് അവർ വന്ന് ടെസ്റ്റ് ചെയ്തു.
ഒടുവിൽ മരിച്ചെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അടക്കിയത്. അടക്കി 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. യഹൂദന്റെ ചിന്തയനുസരിച്ച് മരിച്ചാലും ആത്മാവ് 3 ദിവസം അവിടെ ഒന്ന് വട്ടം ചുറ്റി നടക്കും. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, പോവും, പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ ഒക്കുകയില്ല. ഇങ്ങനെയൊക്കെയാണ് യഹൂദന്റെ ചിന്ത. അപ്പോ ഇതാ ആ പീരീഡ് എല്ലാം കഴിഞ്ഞപ്പം കർത്താവ് എന്താ ചെയ്യുക? പുനരുത്ഥാനം ചെയ്യുക, ഉയർക്കുക ചെയ്തത്. അതിന് ശക്തി വേണ്ടേ? അപ്പം മരണത്തിൽ നിന്ന് ഉയർക്കാൻ എത്ര ശക്തി വേണോ ആ ശക്തിക്ക് തുല്യമായ വാക്കാണ് ഇവിടെ ഈ സഹിഷ്ണുതയ്ക്കും ക്ഷമയ്ക്കും വേണ്ടി നമ്മൾ പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇടത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഇതേ വാക്ക് തന്നെ ഫിലിപ്പിയർ 4:13 ഉപയോഗിച്ചേക്കുന്നത് ഇതേ വാക്കിന്റെ മൂല അർത്ഥത്തിലുള്ള വാക്കാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഫിലിപ്പിയർ 4:13 ഞാൻ 4:3 എന്നാണോ പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല. 4:13 4:13 നമുക്ക് വളരെ പരിചിതമായ വാക്കാണ്. എന്താ? എന്നെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അവിടെ ഉപയോഗിച്ചേക്കുന്ന അതേ ശക്തിയുടെ അതേ പ്രയോഗം തന്നെയാണ് മറ്റൊരാളോട് ക്ഷമിക്കുന്നതിനും സഹിഷ്ണുതയോടെ പെരുമാറുന്നതിനും ആവശ്യം. യേശുവിനെ 3 നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ പുനരുത്ഥാന ശക്തി തന്നെയാണ് നമുക്ക് നമ്മുടെ നാത്തുവിനോട് ക്ഷമിക്കാൻ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പലത് പറഞ്ഞ അമ്മാവിയമ്മയോട് സഹിഷ്ണുതയോടെ വീണ്ടും വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് അന്ത്യകാലത്ത് വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന് ശക്തി വേണ്ടേ? ഞാൻ ഈ ഡൗൺ ടു എർത്തായ ചില കാര്യങ്ങൾ പറയുന്നത് ഇതിന് ശക്തി വേണമെന്ന് സഹോദരിമാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, സഹോദരന്മാർക്കും അറിയാം, ഓരോ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് ശക്തി വേണം. നമ്മുടെ കഴിവ് കൊണ്ട് ഒക്കുകയില്ല. മാത്രമല്ല, അങ്ങനെ അവരോട് ക്ഷമിക്കുകയും സഹിഷ്ണുത കാണിക്കുകയും വേണം. അത് നമുക്കൊരു ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അവശ്യ കാര്യമായിട്ടാണ് ദൈവം വെച്ചിരിക്കുന്നത്. അല്ലാതെ കഴിയുമെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്ക്, കഴിയുമെങ്കിൽ ഒരു സഹിഷ്ണുത കാണിച്ചേക്ക്, ഇങ്ങനെ നമ്മളെ കൊണ്ട് ഒക്കുമെങ്കിൽ എന്നൊരു പരിധിക്കകത്തല്ലിത്. 2 നമ്മൾ ക്ഷമിക്കണം, 2 സഹിഷ്ണുത കാണിക്കണം. അതിന് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് കഴിയില്ലെങ്കിൽ ആ ശക്തിയാണ് കൃപ. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്ക് കൃപ വേണ്ടേ? കൃപ വേണം. രക്ഷിക്കപ്പെട്ടപ്പോൾ മാത്രം കൃപ മതിയോ? അർഹതയില്ലാതെ ചൊരിഞ്ഞ ആ ദാനം ആസ്വദിച്ച് രക്ഷയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ മതിയോ? ഇല്ല, പോരാ. അതിനുശേഷം, രക്ഷിക്കപ്പെട്ട ശേഷം ഇന്ന് നമ്മുടെ ജീവിതം തുടരുമ്പോഴും നമുക്ക് എന്തോ വേണം? ശക്തി വേണം. ആ ശക്തിയെയാണ് കൃപ എന്ന് പറയുന്നത്. കൃപയുടെ 2ാമത്തെ അർത്ഥമാണ് ഈ ശക്തി. ഇത് നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ സാക്ഷ്യ ജീവിതം ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ശക്തി ആവശ്യമാണ്, കൃപ ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ജീവിക്കാൻ എങ്ങനെ കഴിയും? ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് കഴിയും, കൃപ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് എന്തോ മതി? കൃപ മതി. കർത്താവേ, കൃപ മതി. ആ കൃപ വെറും കൃപയല്ല, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ആ ശക്തിയാണ്. അതുപോലെ തന്നെ ബലഹീനതയിൽ എന്നെ ശക്തനാകുന്ന മുഖാന്തരം സകലത്തിനും മതിയാകുന്ന, സകലത്തിനും 100% പറഞ്ഞേക്കും, സകലത്തിനും, അല്ലാതെ ഒരു 99% പറഞ്ഞേക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. പ്രിയപ്പെട്ടവരെ, അതിന് കുറച്ച് ശക്തി വല്ലതും മതിയോ? സകലത്തിനും മതിയാകണമെങ്കിൽ തീർച്ചയായിട്ടും ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ ആ നിലയിലുള്ള ബലം തന്നെ വേണം, ആ ശക്തി തന്നെ വേണം. ആ ശക്തിക്ക് തുല്യമായ വാക്ക് നമ്മൾ പറഞ്ഞു. ഫിലിപ്പിയർ 3:10 പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഇത് 2ഉം നമുക്ക് വേണം എന്നാ പറഞ്ഞു. നമ്മൾ ഈ ക്ഷമയും സഹിഷ്ണുതയും ചെറിയ കാര്യമല്ല. ഞാൻ പലപ്പോഴും ഈ കാര്യം പറയുമ്പോൾ നമ്മളെ ജീവമൊഴിയിൽ കൊടുത്തിട്ടുള്ള, നേരത്തെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഫാനി ക്രോസ്ബി
എന്ന് പറയുന്ന സഹോദരിയുടെ അനുഭവത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്. ഫാനി ക്രോസ്ബി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. എങ്ങനെ അറിയാവുന്നത്? നമ്മൾ പാടുന്ന മിക്ക ഇംഗ്ലീഷ് പാട്ടുകളും പുള്ളിക്കാരിയാണ് എഴുതിയത്. 7000 പാട്ടുകൾ ഫാനി ക്രോസ്ബി എഴുതിയിട്ടുണ്ട്. നമ്മൾ മിക്കവാറും പാടുന്ന ബ്ലസ്ഡ് അഷ്വറൻസ് 820 പാട്ട് ആരാ എഴുതിയത്? ഫാനി ക്രോസ്ബിയാണ് എഴുതിയത്. ഫാനി ക്രോസ്ബിയാണ് എഴുതിയത്. 7000 പാട്ടുകൾ, ക്രിസ്തീയ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അമേരിക്കയിൽ ഈ സഹോദരി. ഈ സഹോദരിയുടെ പ്രത്യേകത എന്തായിരുന്നു? അവള് ചെറുപ്രായത്തിൽ 4-5 വയസ്സുള്ളപ്പോൾ അവളെ ചികിത്സിച്ച ഒരു പൊട്ട ഡോക്ടർ എന്ന് വെച്ചാൽ വ്യാജ വൈദ്യൻ എന്നോ വല്ലതും പറയും, വ്യാജ വൈദ്യൻ. അദ്ദേഹം ഒരു വ്യാജ വൈദ്യനായിരുന്നു. ആ വ്യാജ വൈദ്യന്റെ തെറ്റായ ഇടപെടൽ കൊണ്ട് അവളുടെ 2 കണ്ണും പൊട്ടിപ്പോയി, അന്ധയായി തീർന്നു. നോക്കെ, ചെറുപ്പത്തിൽ തന്നെ ഒരു പെൺകുഞ്ഞ്, അവള് 2 കണ്ണും പൊട്ടിപ്പോയി. അവളുടെ കുറ്റമാണോ? അല്ല, അവളെ ചികിത്സിച്ച വ്യാജ ഡോക്ടർ ചെയ്തതാണിത്. ഓ, ആ ആളാണ്, ആ പെൺകുട്ടിയാണ് ഫാനി ക്രോസ്ബി. എങ്ങനെയാ പിന്നെ മുന്നോട്ട് ജീവിച്ചത്? പിന്നീട് എങ്ങനെയാണ് 7000 ക്രിസ്തീയ ഗാനങ്ങൾ എഴുതിയത് എന്ന് മാത്രമല്ല, ഒരിക്കല് ഫാനി ക്രോസ്ബി വളരെ പ്രശസ്തയായ ക്രിസ്തീയ വനിതയായി കഴിഞ്ഞപ്പോൾ ഒരിക്കല് ആരോ ഫാനി ക്രോസ്ബിയെ ഇന്റർവ്യൂ ചെയ്തവർ ചോദിച്ചു, ആട്ടെ ഫാനി ക്രോസ്ബി, നിന്റെ കണ്ണന്ന് പൊട്ടിച്ച ആ ഡോക്ടറെ ഇപ്പൊ കണ്ടാല് എന്തോ പറയുമെന്ന് ചോദിച്ചു. കണ്ടോ, ഈ ഇന്റർവ്യൂ നടത്തുന്നവര് ആളുകളുടെ മനസ്സിൽ കടന്ന് അവരുടെ ഉള്ളിലിരിപ്പ് കൊണ്ടുവരാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ. നീ കണ്ണു പൊട്ടിപ്പോയത് നിന്റെ കുറ്റമല്ലല്ലോ, ചെറുപ്പത്തിലെ കണ്ണു പൊട്ടിപ്പോയി, ഈ ലോകത്തിലെ ഒന്നും നീ കണ്ടിട്ടില്ല, നീ അന്ധയായിട്ട് ഈ ജീവിതം, നിന്റെ യൗവനമെല്ലാം കഴിച്ചു, ഇത്രയും പ്രായമായി. പക്ഷെ ഭാഗ്യത്തിന് ദൈവം നിനക്ക് കൃപ തന്നു. നീ എന്തായി? നീയെ കർത്താവിനെ രക്ഷകനായിട്ട് നീയെ സ്വീകരിച്ച് കർത്താവിൻ്റെ മകളായി തീർന്നു. എന്നിട്ട് നീ മനോഹരമായ പാട്ടൊക്കെ എഴുതി, ബ്ലസ്ഡ് അഷ്വറൻസ്, എത്ര അനുഗ്രഹപ്പെട്ട ജീവിതം എന്നൊക്കെയുള്ള പാട്ടുമൊക്കെ എഴുതി. എന്നിട്ട് ആ പാട്ടൊക്കെ എഴുതിയ നീ ഇപ്പോ ആ ഡോക്ടറെ കണ്ടാൽ, നിന്നെ അന്ന് ചികിത്സിച്ച ഡോക്ടറെ ഇപ്പൊ കണ്ടാൽ എന്തോ പറയും എന്നാണ് ചോദ്യം. മറുപടി ഫാനി ക്രോസ്ബി ഒരു നിമിഷം മൗനയായിട്ട് നിന്നിട്ട് അവളുടെ മറുപടി, ഞാൻ ഡോക്ടറെ കണ്ടാ പറയേ, ഡോക്ടറെ താങ്ക് യു. എന്തിനാ താങ്ക് യു? നിന്റെ കണ്ണ് പൊട്ടിച്ചേനോ? എന്തിനാ താങ്ക് യു? തീർച്ചയായിട്ടും ഞാൻ ആ ചെറുപ്രായത്തിൽ ദൈവത്തിന്റെ പ്ലാനാണല്ലോ എന്നെ അന്ധയാക്കുക എന്നുള്ളത്. ആ കാര്യം നീയാണ് ചെയ്തു തന്നത്, ഡോക്ടറായ നീയാണത് ചെയ്തു തന്നത്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞത്? കർത്താവിനെ വേണ്ട വിധത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഈ കണ്ണില്ലാതെ ഈ അനുഗ്രഹമായ പാട്ടുകളൊക്കെ എഴുതാൻ കഴിഞ്ഞത്, അനേകർക്ക് ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കാൻ കഴിഞ്ഞു. ഇതൊന്നും ഫാനി ക്രോസ്ബി പറഞ്ഞില്ല, എങ്കിലും നമുക്ക് ഊഹിക്കാം. ഇങ്ങനെയൊക്കെ നിൽക്കാൻ കഴിഞ്ഞത് പ്രാഥമികമായിട്ട് ഞാൻ അന്ധയായതിനാലാണല്ലോ. അതുകൊണ്ട് എന്നെ അന്ധയാക്കിയ താങ്കൾക്ക് താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കും എന്ത് വേണം? വലിയ ശക്തി വേണം. ഇതിനെക്കുറിച്ച് ഫാനി ക്രോസ്ബിയുടെ അനുഭവത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണ് ഏറ്റവും എളുപ്പം. വളരെ മനോഹരമായ വാക്കൊക്കെ ഉപയോഗിച്ച് എനിക്കിത് പ്രസംഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് കേട്ടിരിക്കാം. പക്ഷേ ഇത് ജീവിതത്തിൽ യാഥാർത്ഥ്യമായി ഡോക്ടറെ താങ്ക് യു എന്നൊരു കയ്പുമില്ലാതെ അദ്ദേഹത്തോട് പറയണമെങ്കിൽ എന്ത് വേണം? കൃപ വേണം. അതാണ് ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്, ശക്തി വേണ്ട ഒരു കാര്യം ക്ഷമ കൊടുക്കുന്നതിനും ആ സാഹചര്യത്തോട്, ദീർഘമായി പോകുന്ന ആ സാഹചര്യത്തോട് സഹിഷ്ണുതയോടെ പെരുമാറുന്നതിനും ഒക്കെയാണ് ശക്തി വേണ്ടത്, കൃപ വേണ്ടത്. അതുപോലെ നമുക്ക് വളരെ പരിചിതമായ മറ്റൊരു വാക്യം നോക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം ശക്തിയെക്കുറിച്ച് പറയുന്ന മറ്റൊരു വാക്യം, 6-10-11 വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എഫേസ്യർ 6:10. ആ ശക്തി എന്തിനോടുള്ള ബന്ധത്തിലാ? ക്ഷമ കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിലാണോ? സഹിഷ്ണുതയോടുള്ള ബന്ധത്തിലാണോ? വേറൊരു കാര്യത്തോട് ബന്ധപ്പെടുത്തിയാണ് അവിടെ ബലത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും പറഞ്ഞേക്കുന്നത്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ.
തീർച്ചയായിട്ടും പിശാചാണ് ഈ ക്ഷമിക്കാത്ത മനോഭാവവും സഹിഷ്ണുതയില്ലാത്ത മനോഭാവവും ഒക്കെ കൊണ്ടുവരുന്നത്. എങ്കിലും ഇവിടെ പിശാചിന്റെ സർവായുധ വർഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ആ കാര്യത്തോടൊക്കെ ചേർത്ത് ചിന്തിക്കുമ്പം പിശാച് നമുക്കെതിരെ കൊണ്ടുവരുന്ന അധാർമികതയുടെയും അശുദ്ധിയുടെയും ഒക്കെയായ പല പെരുമാറ്റങ്ങൾക്കും പല മനോഭാവങ്ങളും ആ അശുദ്ധിയിൽ വീണു പോകാതൊക്കെ ഇരിക്കത്തക്കവണ്ണം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ വേണം? ശക്തി വേണം. ശക്തി വേണം. അവിടെ അമിത ബലം വേണം, അവിടെ ശക്തി വേണം. ആ ശക്തി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് പറയാം? അവിടെ കൃപ വേണം. കൃപ വേണം. അപ്പൊ കണ്ടോ, കൃപ വേണ്ട മറ്റൊരു രംഗം. നേരത്തെ നമ്മൾ കൊലോസ്യർ 1:11 നിന്ന് പറഞ്ഞത് ക്ഷമിക്കുന്നതും വ്യക്തികളോട് ക്ഷമിക്കുന്നതും സാഹചര്യത്തോട് സഹിഷ്ണുതയോടെ പെരുമാറുന്നതിനെ കുറിച്ചാണ്. ഇവിടെ പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മളെ തെറ്റിലേക്ക് വീഴ്ത്തിക്കളയാൻ അവൻ എന്തെല്ലാം തന്ത്രങ്ങൾ കൊണ്ടുവരും. ആ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയും എന്താണ്? കൃപയാണ്. കൃപയാണ്. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ശക്തി എന്നതിന് തുല്യമായ വാക്ക് എഫേസ്യ ലേഖനത്തിൽ തന്നെ മറ്റൊരിടത്തുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എഫേസ്യർ 1:19 കാണുന്ന അവിടെ ഉള്ള ശക്തി. എഫേസ്യർ 1:19 എന്താ? അവൻ്റെ 18, 19 അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇതെന്തുവോ? നിങ്ങൾ ആരെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണേ. എന്തൊക്കെയാ ശക്തി, ബലം, വല്ലഭത്വം? ഈ വാക്ക് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടും പൗലോസിന് തൃപ്തിയില്ല. എന്താ? അത്രയേറെ ശക്തി വേണം. ഈ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ ഇത്രയേറെ ശക്തി വേണം. ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. കൊച്ചു കാര്യമല്ല. ഇത് എവിടുന്ന് കിട്ടും? കൃപ, കൃപ, കൃപ. പ്രിയപ്പെട്ടവരെ, അപ്പൊ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ ഇത്രയേറെ ശക്തി വേണം. ഇതും കൃപ തരും. കൃപ തരും. അപ്പൊ നമുക്ക് കൃപ 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 കൃപയെ ഒന്നൻ ആശ്രയമായി എന്നൊരു പാട്ടൊക്കെ നമ്മൾ പാടുമ്പോൾ നമ്മൾ ഈ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് വേണ്ടത് കൃപയാണ്. ആട്ടെ, നമ്മൾ കൃപയെക്കുറിച്ച് പറഞ്ഞു. കൃപ എന്ന് പറയുന്നത് എന്തൊക്കെയാ? 2 ഡെഫിനിഷനാ പറഞ്ഞത്. ഒന്ന്, അർഹതയില്ലാത്തടത്ത് ചൊരിയുന്ന ദാനം. 2, പ്രശ്നത്തെ നേരിടാനുള്ള വിശ്വാസ ജീവിതം വിജയകരമായിട്ട് കൊണ്ടുപോകാനുള്ള ശക്തി. ഇത് രണ്ടുമാണ് കൃപ. ഈ കൃപ, പക്ഷെ ഇനി പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല. ഈ കൃപ എങ്ങനെ കിട്ടും? കൃപ എവിടുന്ന് കിട്ടും? കൃപയുണ്ട്, പക്ഷെ അത് കിട്ടണമെങ്കിൽ ദൈവം വെറുതെ തരുമോ? 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ കൃപ കിട്ടുമോ? ആഴ്ചയിൽ ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ട് ഈ വർഷം മുഴുവൻ 2025 മുഴുവൻ അങ്ങനെ ഇരുന്നാൽ കൃപ കിട്ടുമോ? എങ്ങനെ ഈ കൃപ കിട്ടുന്നത്? ദൈവം എങ്ങനെ ഈ കൃപ തരുന്നത്? പ്രിയപ്പെട്ടവരെ, അതിനും എല്ലാത്തിനും ഉള്ള മറുപടി ഈ ബൈബിളിലുണ്ട്. അതിന് നമുക്ക് വളരെ പരിചിതമായ 2 വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. ഞാൻ സമയച്ചുരുക്കം മൂലം എടുത്ത് വായിക്കുന്നില്ല. യാക്കോബിന്റെ ലേഖനം 4:6 എന്താ? താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കും. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുണ്ടെങ്കിൽ എന്തോ കിട്ടും? കൃപ കിട്ടും. 1 പത്രോസ് 5:5 ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അപ്പൊ ഈ കൃപ കിട്ടണമെങ്കിൽ, ഈ ശക്തി കിട്ടണമെങ്കിൽ എന്ത് വേണം? താഴ്മ വേണം. താഴ്മ വേണം. താഴ്മ. ഇത് സദൃശവാക്യം 3:34 നിന്നുള്ള ഒരു കൊട്ടേഷൻ ആണെന്നാണ് ചിലർ പറയുന്നത്. അവിടെ നമ്മൾ കാണുന്നത് എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. സദൃശവാക്യം 3:34. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 23:12 നോക്കുക. തന്നെത്താൻ താഴ്ത്തുന്നവന് ഉയർത്തപ്പെടും, അവന് കൃപ കിട്ടും. കർത്താവ് ഇതേ ആശയത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. ആ ഭാഗം നിങ്ങളെടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ
ഇവിടെ ഈ താഴ്മ എന്നുള്ള വാക്ക് മത്തായി എഴുതിയ സുവിശേഷം 11:29 ഉപയോഗിച്ചേക്കുന്ന അതേ വാക്കാണെന്നാണ് കേട്ടിട്ടുള്ളത്. ആട്ടെ, മത്തായി 11:29 ഏതാ പറഞ്ഞേക്കുന്നത്? കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയുക, ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകിയാൽ. അവിടെ ഉപയോഗിച്ചേക്കുന്ന തന്നെക്കുറിച്ച് തന്നെ പറയുന്ന താഴ്മ എന്ന് പറയുന്ന ആ താഴ്മയാണ് ഇവിടെ യാക്കോബിന്റെ ലേഖനം 4:6 1 പത്രോസ് 5:5 വരുന്ന താഴ്മ എന്ന് പറയുമ്പം അത് ആ താഴ്മയുടെ എത്ര വലിയൊരു പടിയാണ്. കർത്താവ് കൈയാളിയിരുന്ന താഴ്മയാണ്. കർത്താവ് എന്തോ ചെയ്തു? കർത്താവിൻ്റെ താഴ്മയുടെ കാര്യം നമ്മൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. എന്താ അത്? നമുക്കെല്ലാം പരിചയമായ വാക്യങ്ങളായതുകൊണ്ട് ഞാൻ ഒന്നും എടുത്ത് വായിക്കുന്നില്ല. നമ്മൾ സ്ഥിരം വായിക്കുന്ന വാക്യങ്ങളാ. എന്താ? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്മയുടെ പല പടികളാണ് അവിടെ കാണുന്നത്. ആ താഴ്മ എന്ന് പറയുന്ന അതേ കാര്യം കർത്താവിലുണ്ടായിരുന്ന ആ താഴ്മ മത്തായി 11:29 പറയുന്ന ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാണ് എന്ന് പറയുന്ന ആ കാര്യം അത് വിശദീകരിച്ചിരിക്കുകയാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെ. അവൻ എന്തായിരുന്നു? അവൻ്റെ ആ നിലയിലുള്ള ആ കാര്യങ്ങളെ പിടിച്ചില്ല, അതിനെ വിട്ടുകളഞ്ഞു. താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ തന്നെത്താൻ താഴ്ത്തി. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ കർത്താവിൻ്റെ താഴ്മ പോലുള്ള താഴ്മ അതിനോട് ചേർത്താണ് ഇത് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം. നമുക്ക് എന്താ വേണ്ടത്? കൃപയിൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നതാണ് നല്ലത്. ഓക്കെ, കൃപ എന്ന് പറഞ്ഞാൽ എന്താ? കൃപയെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തടത്ത് ചൊരിയുന്ന ദാനം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കരുണയെക്കുറിച്ചും പറഞ്ഞു. കരുണയെന്ന് പറഞ്ഞാൽ അർഹതയുള്ളത് നമുക്ക് തരാതിരിക്കുന്നതാണ്. ദൈവം കരുണയും കൃപയും ഉള്ളവനാണ്. നമ്മുടെ രക്ഷയുടെ രംഗത്ത് നമ്മളത് കണ്ടു. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടണം. ആളുകളോട്, സാഹചര്യങ്ങളോട് അവിടെ ക്ഷമയും സഹിഷ്ണുതയും ആവശ്യം. അതിനെന്ത് വേണം? നമുക്ക് ക്ഷമിക്കാനുള്ള ശക്തി വേണം, സഹിഷ്ണുതയ്ക്കുള്ള ശക്തി വേണം. ശക്തിയാണ് കൃപ. കൃപയുടെ 2-ാമത്തെ നിർവചനം ശക്തി എന്നുള്ളതാണ്. പൗലോസിനോട് പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, പൗലോസിന് അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതം പൂർത്തിയാക്കാൻ കിട്ടിയ അതേ ശക്തി നമുക്ക് ആവശ്യമാണ്. ക്ഷമിക്കാൻ ആവശ്യമാണ്, സഹിഷ്ണുതയ്ക്ക് ആവശ്യമാണ്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ആവശ്യമാണ്. അങ്ങനെയുള്ള ശക്തി ആവശ്യമാണ്. അപ്പം നോക്കുക, ഏതെങ്കിലും ഒരൊറ്റ കാര്യം മതിയെങ്കിൽ കൃപയാൽ ഹൃദയം ഉറപ്പിക്കുന്നതാണ് നല്ലത്. ആ കൃപ കിട്ടാൻ എന്തോ വേണം? കൃപ കിട്ടാൻ യാക്കോബിന്റെ ലേഖനം 4:6 നിന്നും 1 പത്രോസ് 5:5 നിന്നും ഒക്കെ നമ്മൾ കണ്ടു. താഴ്മയുള്ളിടത്ത് കൃപ കിട്ടും. താഴ്മയെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടേതായ കാര്യത്തെ മുറുകെ പിടിക്കാതെ. ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താ? മനുഷ്യൻ എപ്പോഴും അവനിൽ തന്നെ ഒരു പ്രശംസയും അവനിൽ തന്നെ ചില കാര്യങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്യാറുണ്ട്. അതിനെയാണ് വിട്ടുകളഞ്ഞ് കർത്താവ് താണലോകത്തിലേക്ക് വന്നത്. അതേ താഴ്മ. പ്രിയപ്പെട്ടവരെ, ഭൗതികമായി നമുക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായാൽ പിന്നെ അദ്ദേഹത്തിന് താഴ്മ കാണുകയില്ല. തനിക്ക് കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ചുള്ള ആ ഒരു നിഗളം. ലൂസിഫറിനെ പിശാചാക്കിയത് എന്താ? ഈ താഴ്മയുടെ നേരെ എതിരായ നിഗളമാണ്. നമുക്ക് ഭൗതികമായ കാര്യം മാത്രമല്ല, ആത്മീയമായ കാര്യം നമ്മളെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കുന്നു. നമ്മൾ ഒരു കാര്യം പറഞ്ഞു, അതൊരു സഹോദരന് പ്രയോജനമായെന്ന് അദ്ദേഹം എണ്ണീറ്റ് സാക്ഷി പറഞ്ഞു. ഉടനെ നമ്മളെന്താ? സത്യത്തെ നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുന്നത് എന്താ? ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് വരാം?
നികളം വര. ഇത് നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് വരാവുന്ന കാര്യമാണെന്ന് കണ്ട് നമ്മളെ തന്നെ താഴ്ത്തണം. ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളത് വിട്ടുകളയണം. നമ്മളെക്കുറിച്ചുള്ള മഹത്വം നമ്മൾ വിട്ടുകളയണം. അങ്ങനെയുള്ള ചിന്തകൾ വന്നാൽ അതിനെ നിഷേധിക്കണം. ഞാൻ എന്നുള്ള ചിന്തയെ തുടർന്നാണ് മറ്റേ ആളുമായിട്ട് നമ്മളെ തന്നെ താരതമ്യം ചെയ്യുന്നതും മറ്റേ ആളെ കുറ്റപ്പെടുത്തുന്നതും നമ്മൾ കേമനെന്ന് നടിക്കുന്നതും എല്ലാം ഈ നിഗളത്തിൽ നിന്നാണ്. അതിൻ്റെ നേരെ എതിരാണ് താഴ്മ. എന്തുകൊണ്ട് നമ്മൾ താഴ്മ വേണം? താഴ്മയുണ്ടേലേ കൃപ കിട്ടുകയുള്ളൂ. കൃപയുണ്ടേലേ ശക്തി കിട്ടുകയുള്ളൂ. ശക്തി ഉണ്ടേലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ. ശക്തി ഉണ്ടേലേ സഹിഷ്ണുത പാലിക്കാനൊക്കെ ഉള്ളൂ. ശക്തി ഉണ്ടെങ്കിലേ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയുള്ളൂ.